മൊറിഗ്നാഥിയോസിനു റോനോയുടെ അഗ്നിമയനായ മൊറിഗ്നാഥിയോസിന്റെ പത്രോസ് ലീഗ രണ്ടാം പാത്രിയർക്കീസ് ആയിരുന്ന യെവോദിയോസ് പാത്രിയർക്കീസിനോട് പറഞ്ഞതായിട്ട് സഭ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തെ പ്രത്യേകമായിട്ട് കരുതിക്കൊള്ളണം. കർത്താവിനാൽ ചേർത്ത് നിർത്തപ്പെട്ടതും മടിയിലിരുത്തപ്പെട്ടതും കർത്താവിന്റെ പറഞ്ഞതായ കാര്യങ്ങളെ കേൾക്കുവാനും ഭാഗ്യം ലഭിച്ചതായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് കാണുകയാണ്. ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഈ സഭയിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചതായ ഒരു പിതാവായിരുന്നു ഇദ്ദേഹം. എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. ബിഷപ്പുമാർക്ക് കീഴടങ്ങി നിൽക്കണമെന്നാണ് സഭയെ അദ്ദേഹം പഠിപ്പിക്കുന്നത്. ആ സ്ഥാനത്തെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ബിഷപ്പുമാരാണ്. ആ ബിഷപ്പിനെ അനുസരിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. സഭ എന്ത് ചെയ്യുമ്പോഴും ബിഷപ്പിന്റെ അനുവാദത്തോടുകൂടി ചെയ്യണമെന്ന് ഇദ്ദേഹം പഠിപ്പിക്കുകയാണ്. തുടർന്ന് സഭയിലെ ഓരോ പിതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ ഈ സഭയിലെ ഓരോ ആത്മാക്കളെ കുറിച്ചും ദൈവത്തോട് നിങ്ങൾക്ക് കണക്ക് പറയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവനെ കുറിച്ചും അനാഥരെ കുറിച്ചും വിധവകളെ കുറിച്ചും നിങ്ങൾക്ക് കരുതലുണ്ടാകണം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ അപ്പോസ്തോലിക കൈവപ്പ് നിങ്ങളിലൂടെ നിങ്ങൾ പുരോഹിതന്മാർക്ക് നൽകണം. പ്രീസ്റ്റിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ സന്നിധി സംഘത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ. ഈ ബിഷപ്പിന്റെ ആലോചനക്കാരാണ് നിങ്ങൾ. കൂദാശകൾ ഈ ബിഷപ്പിനു വേണ്ടി നിർവഹിക്കേണ്ടുന്നതായ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. തുടർന്ന് അടുത്ത ഹൈറാർക്കിക്കൽ ഓർഡറിലുള്ളതായ ഡീക്കൻസ് അവരോട് പറയുകയാണ്, മാലാഖ ശുശ്രൂഷ ഗണത്തെ പോലെ സമർപ്പണത്തോടുകൂടി ഒരു ശുശ്രൂഷയുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ കേൾപ്പിച്ചു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമർപ്പണത്തെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.